നമസ്കാരം. ന്യൂസ് 3യിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു വലിയ വിഭാഗം കാണുന്ന ടി.വി. ഷോ ബിഗ് ബോസ് അത് പലപ്പോഴും പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ജനങ്ങളിലേക്ക് ചർച്ചയ്ക്കായി ഇട്ടുകൊടുക്കാറുണ്ട്. ആദിലയും നൂറയും ലെസ്ബിയൻ കപ്പിളായി ബിഗ് ബോസിലേക്ക് എത്തിയപ്പോൾ തുടങ്ങിയ സദാചാര ചർച്ചകൾ അതിപ്പോഴും തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ മത്സരാർത്ഥിയായ ലക്ഷ്മി ആദിലയെയും നൂറയെയും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലാത്തവർ എന്ന് പറഞ്ഞത് വലിയ വിവാദമായിരിക്കുകയാണ്. അതും പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട വലിയ ഒരു വിഷയം തന്നെയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിനെക്കുറിച്ചാണ്. നമുക്കൊപ്പം അതിഥികളായി അധ്യാപകനും ക്വീർ പ്രതിനിധിയുമായ മുഹമ്മദ് ഉനൈസ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഗായത്രി സീത നാരായണൻ, അധ്യാപകനായ OK രവിശങ്കർ എന്നിവർ ചേരുകയാണ്. ഞാൻ ആദ്യം ഉനൈസിലേക്കാണ് പോകുന്നത്. ഉനൈസ്, നമ്മൾ ഇത് ഒരുപാട് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നു. ബിഗ് ബോസ് നിയന്ത്രിക്കുന്ന ശ്രീ മോഹൻലാൽ തന്നെ വലിയ രീതിയിൽ അതിന് വിമർശനം ഉന്നയിക്കുകയും ലക്ഷ്മിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തു. ഒരു വലിയ ഭൂരിഭാഗം ആളുകളുടെ പ്രതിനിധിയായി നിന്നുകൊണ്ടാണ് മോഹൻലാൽ അക്കാര്യങ്ങളൊക്കെ വിവരിച്ചതെങ്കിലും ഇപ്പോഴും ഇക്കാര്യങ്ങളൊന്നും നോർമലൈസ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല എന്നാണ് ലക്ഷ്മി ആ സമയത്തും സംസാരിച്ചത്. എന്താണ് താങ്കൾക്ക് ഒരു പ്രതിനിധിയായി നിന്നുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് തുടക്കത്തിൽ പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ, നോർമലൈസ് ചെയ്യപ്പെടുക എന്നുള്ള ഒരു സംഭവം, നോർമലൈസ് ചെയ്യാൻ അത് അബ്നോർമൽ ആയിട്ടുള്ള ഒരു സംഗതി അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ, സമൂഹത്തില് എന്നേക്കും നോർമൽ ആയിട്ടുള്ള സംഗതി, പ്രകൃതിയിൽ തന്നെ ഉള്ള സംഗതി, 1500ഓളം സ്പീഷീസില് കണ്ടെത്തിയിട്ടുള്ള സംഗതി, ലോകാരോഗ്യ സംഘടന മുമ്പ് ഒരു ഡിസോർഡേഴ്സിന്റെ പട്ടികയിൽ പെടുത്തിയിരുന്ന ഒരു സംഭവത്തെ 1990കളോടുകൂടി തന്നെ WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഡിസോർഡേഴ്സിന്റെ പട്ടികയിൽ നിന്ന് എടുത്തു കളഞ്ഞ ഒരു സംഗതിയെ ഇന്ത്യൻ സൈക്യാട്രിക് അസോസിയേഷൻ രോഗങ്ങളുടെ പട്ടികയിൽ നിന്ന് എടുത്തു കളഞ്ഞ ഒന്നിനെ നമ്മൾ നോർമലൈസ് ചെയ്യപ്പെടേണ്ട കാര്യമില്ല. അത് നോർമലായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. പക്ഷെ ഇന്നും പല ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആളുകൾക്കും ഇന്നും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വാസ്തവമാണ്. തീർച്ചയായിട്ടും ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ ഗായത്രിയിലേക്ക് കൂടി പോകുന്നു. ഗായത്രി, ഇപ്പോൾ ഉനൈസ് പറഞ്ഞതുപോലെ ഇതൊരു എന്തോ ഒരു അസുഖമാണ്, മനസ്സിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുൻപ് ഡോക്ടറെ കാണിച്ചാൽ ഇത് മാറും, കല്യാണം കഴിപ്പിച്ചാൽ ഇത് മാറും എന്നൊക്കെ ആ രീതിയിലൊക്കെ ചർച്ചകൾ നടന്നിരുന്നു. ആ രീതിയിലൊക്കെ ജീവിതങ്ങൾ നമ്മൾ കണ്ടതുമാണ്. ഒരുപാട് ജീവിതങ്ങൾ അങ്ങനെ ഇല്ലാതായി പോയിട്ടുമുണ്ട്. ഈ താങ്കളുടെ അടുത്തേക്ക് ഇത്തരത്തിലുള്ള ആളുകൾ എത്താറുണ്ടല്ലോ. ഇപ്പോൾ അതിൻ്റെയൊക്കെ ആ മാറ്റം അത് ഏറ്റവും കൂടുതൽ പ്രകടമായി അറിയുന്നത് താങ്കളെപ്പോലെയുള്ളവർക്കായിരിക്കുമല്ലോ. അതേക്കുറിച്ചൊന്ന് വിശദമായി സംസാരിക്കാം. അശ്വതി, ആദ്യം തന്നെ പറയട്ടെ, ഈ ഇങ്ങനെ മാറ്റുക, അവരെ കല്യാണം കഴിപ്പിക്കുക, അല്ലെങ്കിൽ അതിന് നമ്മൾ സൈക്കോളജിയിൽ കൺവേർഷൻ തെറപ്പി എന്നാണ് പറയുന്നത്. അത് ഇന്ത്യയിൽ നിയമവിരുദ്ധമായ കാര്യമാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് പലയിടത്തും നിയമവിരുദ്ധമാണ്. അത് ഒട്ടും ശാസ്ത്രീയമല്ലാത്ത കാര്യമാണ്. അപ്പം പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോഴും പൊതുമേഖലയില് അല്ലെങ്കിൽ മാധ്യമ രംഗത്തും മറ്റുള്ള കമന്റ് സെക്ഷനുകളിലും ഒക്കെ ഇതിങ്ങനെ മെയിൻ ആയിട്ട് നിൽക്കുന്നത് എന്ന് ചോദിച്ചാല്, വളരെ കൃത്യമായി ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഒരു പ്രകടമായ ഒരു മനുഷ്യവിരുദ്ധതയുണ്ട്. ഇപ്പം നിങ്ങളുടെ ചർച്ചയുടെ ടോപ്പിക് ഉണ്ടല്ലോ, ആരെയാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതെന്ന് ചോദിച്ചാല് മനുഷ്യത്വ വിരുദ്ധതയാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തത്. അപ്പം ഇവര് നോർമലൈസ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ, ഇവർ നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്, ഇപ്പം നേരത്തെ ഉനൈസ് സൂചിപ്പിച്ചു, 1980കളില് ഒരു രോഗം പോലെയാണ് തെറ്റിദ്ധരിച്ചിരുന്നത്. അത് കുറച്ചും കൂടെ ശാസ്ത്രം വളർന്നപ്പോ ആളുകളുടെ, ആക്ടിവിസ്റ്റുകളുടെയും സോഷ്യോളജിസ്റ്റുകളുടെയും സൈക്കാട്രിസ്റ്റുകളുടെയും ഇതുപോലെ മേഖലയിലെ വിദഗ്ധരുടെയും ഒക്കെ അഭിപ്രായം ഒരുമിച്ച് ചേർക്കുകയും അവര് അല്ല, ഇതൊരു രോഗമല്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ പൊതുവെ ഈ ലോകത്ത് രണ്ട് രീതിയിലാണ് മാനസിക രോഗങ്ങളെ മൊത്തത്തിൽ നമ്മളിങ്ങനെ ഇത് മാനസിക രോഗമാണെന്ന് തീരുമാനിക്കുന്നത്. അതിലൊന്ന് ICD, ഉനൈസ് പറഞ്ഞ പോലെ ലോകാരോഗ്യ സംഘടനയാണ്, ICD-യിലാണ്, ഈ ഡയഗ്നോസ്റ്റിക് മാനുവൽ ആണ്. രണ്ടാമതുള്ളത് DSM എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷന്റെ ഒരു പുസ്തകമാണ്. ഈ ലോകത്ത് ഈ രണ്ട് പുസ്തകങ്ങളിലാണ് ഇപ്പോൾ ഉള്ള എന്ത് മാനസിക രോഗവും അതിൽ വെച്ചിട്ടാണ് ഞങ്ങള് പോലെയുള്ള മാനസിക രോഗ വിദഗ്ധർ ഇത് രോഗമാണെന്ന് പറയുന്നത്. ഇതിൽ രണ്ടിലും എത്രയോ പതിറ്റാണ്ടുകളായി ഇതൊരു രോഗമല്ല, രോഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെയും ഇത് എന്തുകൊണ്ടാണ് ഇതിനെ രോഗമായി വ്യാഖ്യാനിക്കപ്പെടാൻ പലരും ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാല്, അവരതിനെ മനുഷ്യത്വ വിരുദ്ധതയെ ഒളിച്ചു കടത്തലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. അധ്യാപകനായ ശ്രീ OK രവിശങ്കർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. രവിശങ്കർ സർ, നമ്മൾ ഈ ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കാണുന്ന, വളരെയധികം എൻജോയ് ചെയ്ത് കാണുന്ന, നമ്മുടെ വീടിൻ്റെയൊക്കെ ഒരു പരിച്ഛേദം എന്ന് പറയാവുന്ന രീതിയിലുള്ളൊരു ഷോയാണ്. ഒരുപാട് ആരാധകരുള്ള ഒരു പ്രേക്ഷകരുള്ള ഷോയാണ്. അതിൽ ഇത്തരത്തിൽ ലെസ്ബിയൻ കപ്പിൾസിനെ കൊണ്ടുവന്നു എന്നുള്ളതിൽ തന്നെ തുടങ്ങിയിരുന്നു നേരത്തെ ചർച്ചകൾ. ഇപ്പോൾ അവരെ നോർമലൈസ് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല എന്ന് അതിൽ ഒരു മത്സരാർത്ഥി തന്നെ പറഞ്ഞതാണ് വലിയ ചർച്ചയായിരിക്കുന്നത്. താങ്കൾക്ക് ആമുഖമായി ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, ഞാൻ ഇതിനെ കാണുന്നത്, ഞാനിപ്പോൾ കോളേജിൽ നിന്നാണ് വരുന്നത്. ഞാനത് തുടങ്ങുന്നത്, ഞാനിപ്പോൾ MGMൻ്റെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ജേർണലിസം ക്ലാസ്സിൽ നിന്നാണ് വരുന്നത്. ഞാനവിടെ HOD ആയിട്ട് ഇരിക്കുന്ന ആളാണ്. ഞാൻ അവിടെ എൻ്റെ അടുത്ത് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഇങ്ങനെ ഒരു ഡിസ്കഷന് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഒന്ന് എൻ്റെ കുട്ടികളുടെ അടുത്ത് ഈ സബ്ജക്റ്റ് ഒന്ന് സംസാരിക്കാം. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ ഇപ്പം ബിഗ് ബോസ് എല്ലാ കുട്ടികളും കാണുന്ന ഷോയാണ്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണുന്ന ഷോയാണ് എന്നുള്ള പരിപൂർണമായിട്ട് വിശ്വാസമൊന്നും എനിക്കില്ല. ഒരു വിഭാഗം ആൾക്കാർ കാണുന്നുണ്ട്. അതിൻ്റെ ചർച്ചകൾ ഫേസ്ബുക്കിലും ഓൺലൈനിലൊക്കെ വരുമ്പോൾ നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒക്കെ ശരിയാണ്, ജനങ്ങളുടെ ഇഷ്ടപ്പെട്ട ഷോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളുടെ അടുത്ത് ഇത് പറഞ്ഞപ്പോൾ അവരാദ്യം ഭയങ്കരമായിട്ട് പറഞ്ഞു, എന്താണിത്, നമ്മൾക്ക് ഒരുമിച്ച് താമസിക്കണം തോന്നിയാൽ താമസിച്ചൂടെ, നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ, ഇതൊക്കെ പറഞ്ഞു തീർന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മാതാപിതാക്കൾ എങ്ങനെ, നിങ്ങളെ ഒരു അഭിപ്രായം അവരോട് പറഞ്ഞാൽ അവരെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അത് നേർപകുതിയായി. 20 പേരിരിക്കുന്ന ക്ലാസ്സിൽ 10 കുട്ടികളായി മാറി. പിന്നീട് അങ്ങോട്ട് ഇതിനെ അനുകൂലിക്കുന്നവർ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി ചോദിച്ചു, ഞാൻ എൻ്റെ ഒരു സങ്കല്പ ലോകത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. നമുക്ക് നാളെ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നാളെ നിങ്ങളും ഭാവിയിൽ അങ്ങോട്ട് എങ്ങനെ മാറി നിങ്ങളും രക്ഷകർത്താക്കളും മാതാപിതാക്കളും ഒക്കെ ആവേണ്ടവരാണ്. നിങ്ങൾക്ക് മക്കളുണ്ടാവുന്നു, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഉണ്ടാവുന്നു. നിങ്ങളുടെ മകള് ഇങ്ങനെ നിങ്ങളോട് വന്ന് പറയുന്നു, അപ്പോൾ ഇതിനോട് കുഴപ്പമില്ല, എൻ്റെ മക്കൾ അങ്ങനെ ചെയ്തോളൂ, ഞാൻ തയ്യാറാണ്, നിങ്ങളിപ്പം വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്ന് നിങ്ങൾ വീട്ടിൽ കയറ്റാൻ തയ്യാറാണ് എന്ന് പറയുന്ന എത്ര കുട്ടികളുണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ അത് വീണ്ടും ചുരുങ്ങി 2 പേരായി. അപ്പോൾ ഇത് നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇതിനെ അനുകൂലിക്കണോ പ്രതികൂലിക്കണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ കുറേ പേര് വെറുതെ ഈ ചാനലുകളിലും ഇരുന്ന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് ഇരുന്നിട്ട് നമുക്കിതിന് അനുകൂലമാണ് എന്ന് പറഞ്ഞ് കിട്ടുന്ന കുറേ റീച്ചുകളും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണോ എന്ന് എനിക്കൊരു സംശയം എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് 2 പെൺകുട്ടികളാണ്. എൻ്റെ പെൺകുട്ടികൾ എന്നോട് വന്നിട്ട് ഇങ്ങനെയാണ് അച്ഛാ എനിക്ക് താല്പര്യമുണ്ടെന്ന് ഞാനത് സമ്മതിക്കില്ല. അതാണ് എൻ്റെ ആദ്യത്തെ കമൻറ്റ്. ശരി, എന്തായാലും ഇതിന് മറുപടി പറയാൻ ഗായത്രി സംസാരിച്ചോളൂ. അശ്വതി, ചുരുക്കി പറയാം, 1947 മുൻപ് സ്വാതന്ത്ര്യ സമരത്തിന് പങ്കെടുത്ത ആളുകളെ നീ സ്വാതന്ത്ര്യ സമരത്തിന് പങ്കെടുക്കാൻ പോയാൽ വീട്ടിൽ കയറ്റില്ല എന്ന് പറയുന്ന കുടുംബക്കാരുണ്ടായിരുന്നു. പക്ഷെ എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യ സമരത്തിന് പോയത് കൊണ്ടാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പം ഇവിടെ ഈ 2 പേര് നമ്മൾ അറിയാതെ തന്നെ ഇതിനെ സമീകരിച്ചാ സംസാരിക്കുന്നത്. അതാണ് ഇവിടെ, അതായത് ആദിലയ്ക്കും നൂറയ്ക്കും വീട്ടിൽ കയറാനുള്ള സ്വാതന്ത്ര്യവും അവരെ വീട്ടിൽ കയറ്റാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ലക്ഷ്മിക്കുമില്ലേ, അല്ലെങ്കിൽ ഇത് അനുകൂലിക്കാനും പ്രതികൂലിക്കാനും എല്ലാവർക്കും സ്വാതന്ത്ര്യമില്ലേ എന്ന ലളിത യുക്തിക്ക് ഒരു പ്രശ്നമുണ്ട്. കാരണം ഒരാൾക്ക് ജീവിക്കാനുള്ള അവകാശവും മറ്റേ ആൾക്ക് അവർക്ക് ജീവിക്കാനുള്ള അവകാശമില്ല എന്ന് പറയാനും അവകാശമില്ലേ എന്ന് നമ്മൾ ചോദിക്കില്ലല്ലോ. അപ്പം നമ്മളിപ്പം അത് അനുകൂലവും പ്രതികൂലിക്കുക എന്ന പോലെയുള്ളൊരു ലളിത യുക്തി അല്ല ഇവിടെ ഉള്ളത്. ഇപ്പം ഹിറ്റ്ലറിനെ അനുകൂലിക്കാനും പ്രതികൂലിക്കാനും നമുക്ക് അവകാശമില്ലേ എന്ന് നാസികളെ സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യന്മാർ ചോദിച്ചാൽ അവിടുത്തെ വംശഹത്യയെ അനുകൂലിക്കാനും പ്രതികൂലിക്കാനും നമുക്ക് അവകാശമില്ലേ എന്ന ആളുകൾ ചോദിച്ചാൽ അതുപോലെയാണ് ഈ ചോദ്യവുമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇവിടെ ആദിലയും നൂറയും ഒക്കെ അവരവർക്ക് ഈ എല്ലാവർക്കുമുള്ള ഈ ലോകത്ത് എല്ലാവർക്കുമുള്ള ഒരുമിച്ച് ജീവിക്കാനും സ്നേഹിക്കാനും പ്രണയിക്കാനും പരസ്പരം ബഹുമാനിക്കാനും ഒക്കെയുള്ള അവകാശം. അപ്പം ഈ അവകാശം എന്ന് പറയുന്നത് അശ്വതി നമ്മൾ സംസാരിക്കുന്നത് ഇത് ഒരുമിച്ച് ജീവിക്കാൻ ഡീക്രിമിനലൈസ് ചെയ്യപ്പെട്ട ലോകത്താണ്. സുപ്രീം കോടതി, ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി ഇപ്പം ഇന്ത്യയുടെ മറ്റേ അടിസ്ഥാന നമ്മുടെ ഹ്യൂമൻ ബേസിക് റൈറ്റ്സിന് ആർട്ടിക്കുലർ റൈറ്റ്സിന് ഏതൊരു കേസിൽ 2018 എനിക്ക് തോന്നുന്നു ആ കേസിന്റെ വിധി പറയുന്ന സമയത്ത് എല്ലാവർക്കും നമ്മളുടെ സെക്ഷുവാലിറ്റിയുടെ കാര്യത്തിൽ ഒരു വ്യക്തിക്ക് അവകാശമുണ്ട്. അപ്പം ആദിലയും നൂറയും വന്ന് എല്ലാവർക്കും അവകാശമുണ്ട്, നിങ്ങളൊക്കെ അങ്ങനെയൊന്നും ഇവിടെ ആരും പറയുന്നില്ല. അതാണ് എനിക്ക് മറ്റൊന്ന് ശ്രീ രവിശങ്കർ സാർ, ഞാൻ ഗായത്രിയിലേക്ക് ശ്രീ രവിശങ്കർ സാറിനോട് എനിക്ക് ഒരു എതിർപ്പ്, ഒരു വിയോജിപ്പ്
ലീഡർഷിപ്പ് ഇതിൽ പറയാനുള്ളത്? താങ്കളൊരു അധ്യാപകനാണ്, താങ്കളുടെ കുട്ടികളോട് ചോദിക്കുമ്പോൾ തന്നെ താങ്കൾ അത് ചോദിക്കുന്നത് തന്നെ ആ ചോദ്യത്തിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ മക്കൾ നാളെ വന്ന് ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് പ്രശ്നമാകുമോ എന്ന് ചോദിച്ചാൽ താങ്കളുടെ മനസ്സിൽ അതുണ്ട്. താങ്കളുടെ മക്കൾ അങ്ങനെ എനിക്കൊരാളെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല എന്നൊരു സ്റ്റാൻഡ് താങ്കൾ എടുത്തു കഴിഞ്ഞു. താങ്കളുടെ സ്റ്റാൻഡിൽ നിന്നുകൊണ്ടാണ് കുട്ടികളോട് സംസാരിക്കുന്നത്. അതേസമയം ന്യൂട്രലായി നിന്നുകൊണ്ടല്ല ഒരു അധ്യാപകൻ എന്ന രീതിയിൽ താങ്കൾ അവരോട് ചോദിച്ചത്. അതുകൊണ്ടാണ് അത് പകുതിയായതും പിന്നീട് അതിലും പകുതിയായി മാറിയതും എന്നൊരു കാര്യം. ഉനൈസ് ഒരു താങ്കളിലേക്ക് ഞാൻ വരാം. ഉനൈസിന് സംസാരിക്കാനുണ്ട്, ക്വീർ പ്രതിനിധിയാണ്. ഉനൈസ് സംസാരിച്ചോളൂ. അതെ, ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഹൈസ്കൂൾ ക്ലാസ്സസ് ആണ് എടുക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ സബ്ജക്ട്, എന്റെ വിഷയം ഇംഗ്ലീഷ് ആണ്. പ്രത്യേകിച്ച് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഒരുപാട് സാഹിത്യകാരന്മാര്, ഓസ്കർ വൈൽഡ് മുതൽ ഒരുപാട് പേര്, എം ഫോസ്റ്റർ ഉൾപ്പെടെ ഒരുപാട് പേര് പ്യുവർ ആയിട്ടുള്ള റൈറ്റേഴ്സ് ഇംഗ്ലീഷിലുണ്ട്. അപ്പൊ ഇവരുടെ ഏതെങ്കിലും ഒരു പോയം, കവിത ഒക്കെ പഠിപ്പിക്കുമ്പോൾ ടെക്സ്റ്റിൽ ഇല്ലെങ്കിൽ കൂടിയും ഞാൻ അവരുടെ ഓറിയന്റേഷൻ പറയാറുണ്ട്. ഓസ്കർ വൈൽഡ് ഇംപ്രിസോൺഡ് ആയിട്ടുണ്ട്. അന്ന് ആ സമയത്ത് വിക്ടോറിയൻ മൊറാലിറ്റിയിൽ അദ്ദേഹത്തിന്റെ സെക്ഷുവാലിറ്റിയെ ഇൻഡീസെന്റ് ആയിട്ട് കണ്ടുകൊണ്ട് തടവിലാക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും കുട്ടികളുടെ പാഠഭാഗത്ത് ഉണ്ടായിരിക്കത്തില്ല. പക്ഷെ ഞാൻ ഇതെല്ലാം മെൻഷൻ ചെയ്ത് പറയുകയും ആ കുട്ടികളെ അവെയർ ആക്കാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ ഓണം വെക്കേഷൻ കഴിഞ്ഞ് വന്നപ്പോൾ കുട്ടികളെ എടുത്ത് അവർ പുതിയതായി റാപ്പോ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി പുതിയ കണ്ട സിനിമകൾ ചോദിച്ചു, ഷോസ് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ബിഗ് ബോസ് കാണാറുണ്ടെന്ന് പറഞ്ഞു. ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് ചോദിച്ചപ്പോൾ അവർ ആദില നൂറയുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ ആദില നൂറയുടെ ഫൈറ്റിനെ പറ്റിയും അവരുടെ കേരള ഹൈക്കോർട്ടിൽ അവർ ഫയൽ ചെയ്ത ഹേബിയസ് കോർപ്പസും, എന്താണ് ഹേബിയസ് കോർപ്പസ് എന്നും ഈ കാര്യങ്ങളെ പറ്റി പറഞ്ഞു കൊടുത്ത് അവെയർ ആക്കി. പക്ഷെ എപ്പോഴൊക്കെ ഞാൻ ആ കുട്ടികളോട് ഈ വിഷയത്തെ പറ്റി പറഞ്ഞപ്പോഴും ആ കുട്ടികളാരും മുഖം ചുളുക്കിയിട്ടില്ല. എന്നോട് ഭയങ്കര പോസിറ്റീവായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. അത് ഞാൻ വിചാരിക്കുന്നത് ഞാൻ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ട്, ആ കുട്ടികൾ എന്നോട് പോസിറ്റീവായിട്ട് സംസാരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറിച്ച് ഈ മറ്റൊരു പാനലിസ്റ്റ് ആയിട്ടുള്ള സാറ് പറഞ്ഞു കുട്ടികളുടെ കൈയെണ്ണം കുറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നത് കേട്ടു. എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞ രീതി, അത് അവതരിപ്പിച്ച രീതി നെഗറ്റീവ് ഷെയ്ഡിലൂടെ ആയിരിക്കും. നമുക്ക് സാറിനോട് ചോദിക്കാം. രവിശങ്കർ സാർ പറയൂ. ഞാൻ ഒരിക്കലും ഞാൻ ആർക്കും എതിരല്ല കേട്ടോ, അങ്ങനെ ഒരിക്കലും ചിന്തിക്കേണ്ടത്. വെച്ചാൽ ഞാൻ പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരിക്കലും ഇതിനെ എതിർത്ത് സംസാരിക്കാനോ അവരോട് ഇങ്ങനെ ഉള്ളവരോട് ഒരു എതിർപ്പോ അല്ലെങ്കിൽ അവരെ മറ്റൊരു രീതിയിൽ കാണാൻ ഒരിക്കലും ആഗ്രഹിക്കുക അങ്ങനെ ഒരാളും ചിന്തിക്കരുത്. ഇപ്പോൾ നമ്മളെ പാനലിൽ ഇരിക്കുന്നവരോ ഒരാളും അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ പറഞ്ഞത് ഞാൻ ഒരിക്കലും എൻ്റെ ചിന്തകളെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളിലോട്ട് അടിച്ചമർത്താൻ വേണ്ടി പറഞ്ഞല്ല. എൻ്റെ മനസ്സിൽ അപ്പോഴങ്ങനെ ഒരു സബ്ജക്റ്റ് വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അതിനകത്തുനിന്ന് അവരുടേതായ രീതിയിൽ പറഞ്ഞാൽ, ഞാനിപ്പം അവതരണ ശൈലിയിലൊന്നും അവരടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഞാൻ എൻ്റേതായ സ്റ്റൈലിൽ അവരോട് ഇങ്ങനെ ഒരു ചർച്ചയിൽ പോകുമ്പോൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ ഞാൻ എന്ത് പറയണമെന്ന് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞ ഇത് തന്നെയാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം നമ്മുടെ മറ്റൊരു പാനലിസ്റ്റ് പറഞ്ഞല്ലോ, എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവരും അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഒക്കെ ഉണ്ട്. അത് നമ്മുടെ സമൂഹത്തിലുണ്ട്. ആർക്കും ആ അനുകൂലമോ പ്രതികൂലമോ ഇല്ലാത്ത ഒരാളുമില്ല. ഏതൊരു കാര്യത്തിലായാലും ഇപ്പോൾ വളരെ എല്ലാവർക്കും ചോദിക്കാൻ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നവർ എത്ര പേര് പ്രശ്നം ഉണ്ടാകുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവരെ അത്തരത്തിൽ കാണിക്കാൻ പറ്റും. ഇല്ല, ഞാൻ അനുകൂലമോ പ്രതികൂലമോ എന്നുള്ളതല്ല. നമ്മുടെ സമൂഹത്തിന് ഇത് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. നമ്മൾ ട്രഡീഷണലി ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഇടയിൽ നമുക്ക് കുറച്ചടുത്ത പരമ്പരയും പാരമ്പര്യവും ഒക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇക്കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗത്തിലോട്ട് ഈ ചർച്ചകൾ പോകുമ്പോൾ അവരിതിനെ എതിർക്കും. ആ രീതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് എനിക്ക് എൻ്റെ കാര്യം പറയാമല്ലോ, ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ പറയാം. പക്ഷെ അതിനും നൂറയ്ക്കും ആദിലയ്ക്കും കൃത്യമായ മറുപടി ഉണ്ടായിരുന്നു. കാരണം അവരുടെ മറുപടി അത് അവരെത്രത്തോളം വായിക്കുന്നുണ്ട്, അവർക്ക് എത്രത്തോളം ഇതിനെക്കുറിച്ചുള്ള അറിവുണ്ട്, അവരുടെ കമ്മ്യൂണിറ്റിയെ കുറിച്ച് അവർക്ക് എങ്ങനെ പറയണം എന്നതിനുള്ള കൃത്യമായ ധാരണയുണ്ട്. അതെ, അവർ പറയുന്നുണ്ട്. അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ്, ശ്രീ മോഹൻലാലിനോട് പറഞ്ഞ കാര്യമാണ്, ഞങ്ങളുടെ അച്ഛനും അമ്മയും ഇങ്ങനെ ആയിരുന്നില്ല, ഞങ്ങൾ അവരെ കണ്ടല്ല ഇങ്ങനെ ആയത്, ഞാൻ നൂറയെ കാണുന്നത് വരെ എനിക്ക് ഇങ്ങനെ ഒരു സെക്ഷുവാലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു കുട്ടിയാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം ഇവരെ കണ്ട് ബാക്കിയുള്ള കുട്ടികൾ അങ്ങനെ ആകും എന്നല്ല എന്നാണ് അവർ പറയുന്നത്. ഞങ്ങളെ കണ്ട് അങ്ങനെ ആരും ആയിപ്പോകുമെന്ന് അതായത് ഇപ്പൊ കുടുംബക്കാര്യവും മറ്റേ ഇതൊക്കെ പറയുന്ന ലക്ഷ്മി പറഞ്ഞതുപോലെ കുടുംബത്ത് കയറ്റാൻ എല്ലാം റിലേറ്റ് ചെയ്യുന്നത് കുടുംബവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അവർക്കും കുടുംബമുള്ളവരാണ്, അവർക്കും അച്ഛനും അമ്മയും ഉണ്ട്, അവരുടെ അച്ഛനെയും അമ്മയും കണ്ടാണ് വളർന്നത്. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരുടെ സ്വത്വം തിരിച്ചറിഞ്ഞതാണ് എന്ന് വ്യക്തമായി തന്നെ അവർക്ക് മറുപടിയും ഉണ്ടായിരുന്നു.
അതെ, അത് അവരുടെ അഭിപ്രായമാണ്. അവരുടെ ജീവിതം അവരെ പഠിപ്പിച്ചതും അതായിരിക്കാം. അപ്പോൾ ഒരു സമയത്ത് അവർക്ക് അങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിലോട്ട് വരുന്നു. പക്ഷേ എല്ലാവരും അങ്ങനെയാണ് ഒരിക്കലും പറയാൻ പറ്റില്ല. എല്ലാവരുടെ ഫാമിലിയിലും അത്തരത്തിലാണ് എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്, അവരുടെയൊക്കെ വീടുകളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇല്ല എന്ന് ആരൊക്കെ പറഞ്ഞാലും എനിക്കങ്ങനെ 2-3 പേര് എൻ്റെ പരിചയത്തിൽ തന്നെയുണ്ട്. അവരുടെ വീടുകളിൽ അവരനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും, അവരുടെ രക്ഷാകർത്താക്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും, ഇതുപോലെ നിന്നെ ഒന്നും വീട്ടിൽ കയറ്റില്ല എന്ന് പറയുന്ന രക്ഷാകർത്താക്കളെ എനിക്കറിയാം. ഞാനും അവരോട് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് മക്കൾ തന്നെയാണ്. മക്കളെ നമുക്ക് സ്നേഹിച്ചേ പറ്റുള്ളൂ. അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവർക്ക് അത് തന്നെയാണ് അവരുടെ ജീവിതം. എന്താണ് അതിലൂടെ അവർ സമാധാനം കണ്ടെത്തിക്കോട്ടെ. പക്ഷേ ഇതിൽ ഞാൻ കണ്ടെടുത്തോളം ഒരു 90% അത് ഒരുപാട് പരാജയങ്ങളിലേക്കാണ് പോകുന്നത് എന്നുള്ള ഒരു കാര്യം കാണുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ചർച്ച ചെയ്യുന്നത്, സംസാരിക്കുന്നത്. ശരി, ഇതിന് മറുപടി ഉനൈസിലേക്ക് ഞാനൊന്ന് പോവുകയാണ്. ഉനൈസ്, ഇത് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ അത് പരാജയത്തിലേക്കാണ് കൂടുതലും കണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു അദ്ദേഹം. മറ്റൊന്ന്, ഈ പറഞ്ഞതുപോലെ രക്ഷകർത്താക്കൾക്കുണ്ടാകുന്ന ഒരു ആധി, അതിനെ വളരെ വിശദമായി അദ്ദേഹം ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്. എൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ആശങ്ക, അത് എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നു ഇത്തരത്തിൽ ഉള്ളവർ. ഈ രക്ഷകർത്താക്കൾക്കുള്ള ആദിക്ക് പ്രധാന കാരണം സമൂഹമാണ്. ഈ സമൂഹമാണ് രക്ഷകർത്താക്കളിൽ ഈ പ്രഷർ ഉണ്ടാക്കുന്നത്. ഞാൻ ഓപ്പൺലി ക്യൂർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രീ പ്ലാൻഡ് അല്ലായിരുന്നു, ഒരു യാദൃച്ഛിക ഞാൻ വീട്ടിൽ എനിക്ക് ഔട്ട് ആവേണ്ടി വന്നതാണ്, പറയേണ്ടി വന്നതാണ്. ആ പറഞ്ഞ സമയത്ത് അവർക്ക് ഒരു ഷോക്ക് ഉണ്ടായി, ഒരു ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇതുവരെ എനിക്ക് എന്റെ വീട്ടുകാരിൽ നിന്ന് യാതൊരു പ്രോബ്ലം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാനൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്, യാഥാസ്ഥിതിക ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. എന്റെ പേരൻസ്, ഇവിടെ ഒരു കോളേജ് അധ്യാപകന്റെ പഠിപ്പോ വിവരമോ ഒന്നും എന്റെ പേരൻസിനില്ല. സ്കൂൾ വിദ്യ, പ്രാഥമിക തലം ഒക്കെ നേടിയിട്ടുള്ള മാതാപിതാക്കളാണ് എന്റേത്. അവർക്ക് അത്രയും ജെൻഡർ തിയറീസിനെ പറ്റിയൊന്നും യാതൊരു ധാരണയില്ല. ലോകാരോഗ്യ സംഘടനകളുടെ നിലപാടിനെ പറ്റിയൊന്നും യാതൊരു ധാരണയില്ല. എന്നിട്ട് അവരെന്നെ ചേർത്ത് പിടിക്കുന്നു. ഇന്ന് വരെ എന്റെ ഉമ്മ എന്നെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. തീർച്ചയായും ഞാൻ ഗായത്രിയിലേക്ക് പോവുകയാണ്. പിന്നെ പരാജയങ്ങൾ എന്ന് പറയുന്നത് പിന്നീട് ഏതൊരു ഹെട്രോസെക്ഷൽ ബന്ധങ്ങൾ നോക്കിയാൽ എന്തെല്ലാം പരാജയങ്ങൾ അടിക്കടി സംഭവിക്കുന്നുണ്ട്. ഇന്ന് വിവാഹം കഴിയുന്ന എത്ര സ്ത്രീകളുടെ ജീവിതം ദുരിതമാകുന്നുണ്ട്, എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പിന്നീട് ഇവർക്ക് വിവാഹിതരായിട്ടുള്ള ഈ വ്യക്തികൾക്ക് പെട്ടെന്ന് ആ ഡിവോഴ്സ് എന്ന് പറഞ്ഞ സംഗതിയിലേക്ക് പോയി ഊരി വരാൻ പറ്റില്ല. അത്രത്തോളം സോഷ്യലി നിയമപരമായി ഒക്കെ കിട്ടിയിട്ടിരിക്കുന്ന ഒരു ബോണ്ടാണ് ആ വിവാഹബന്ധം. അതിൽ നിന്ന് ഊരി പോകാൻ പ്രയാസമാണ്. അങ്ങനെ ഊരി പോകുന്ന ആളുകൾക്ക് ഒരുപാട് സ്റ്റിഗ്മ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും, മെജോറിറ്റി ആളുകളും ആ വിവാഹബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരാണ്. പ്യുവർ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ ആ ബാധ്യതകളൊന്നുമില്ല, ആ പ്രഷറും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ പ്രഷർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആരോഗ്യകരമായി ഊരിപ്പോവാൻ പ്യുവർ റിലേഷൻഷിപ്പിൽ സാധിക്കും. പിന്നീട് പ്യുവർ റിലേഷൻഷിപ്പ് വളരെ കുറവാണ്. പിന്നീട് ഈ ഹെട്രോസെക്ഷൽ ആളുകൾ നമ്മളെ എങ്ങനെ മോണിറ്റർ ചെയ്യാനിരിക്കുകയാണ്. എന്തെങ്കിലും സെലിബ്രിറ്റീസോ ആരെങ്കിലും പ്യുവർ റിലേഷൻഷിപ്പിലുള്ള ആളുകളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അവരുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇതിനെയൊക്കെ വലിയ രീതിയിൽ ഗ്ലോറിഫൈ ചെയ്യപ്പെടുകയും ആ ബന്ധം തകർന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇതേപോലെയാണ് എന്നുള്ള ഒരു ജനറലൈസേഷനിലേക്ക് പോവുകയും ചെയ്യുന്നു. അതേസമയം ഹെട്രോസെക്ഷൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ഡിവോഴ്സ്, അതിലുണ്ടാവുന്ന സൂയിസൈഡൽ റേറ്റ്, ഇതൊന്നും ഒരു വിഷയമില്ല. അത് കാരണം ഹെട്രോസെക്ഷൽസ് എല്ലാവരും തന്നെ ഇത്തരക്കാരാണെന്നുള്ള ഒരു നിഗമനവും ഇല്ല. പക്ഷെ ഇതെല്ലാം പ്യുവർ വ്യക്തികൾക്ക്, മൈനോറിറ്റി ആയിട്ടുള്ള ഞങ്ങളിലേക്ക് മാത്രമേ ഇതൊക്കെ തിരിയുന്നുള്ളൂ. അതാണ് ഗായത്രി, അതൊരു പോയിന്റാണ്. അത് അദ്ദേഹം പറഞ്ഞത്, അത് അത്തരത്തിൽ കൂടി നമ്മൾ അതിനെ കാണണ്ടേ. കാരണം ഈ പറഞ്ഞതുപോലെ ഒരു ആണും പെണ്ണും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എത്ര ബന്ധങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എത്രയോ ഡിവോഴ്സുകൾ നമ്മൾ കണ്ടു, എത്രയോ പീഡനങ്ങൾ നമ്മൾ കണ്ടു, പെൺകുട്ടികൾ മരിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷെ നമ്മളെപ്പോഴും ഇവരെ ഇത്തരത്തിൽ നിങ്ങൾ ഇങ്ങനെ പോയത് കൊണ്ടാണ് മരിച്ചത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഹോമോ ബന്ധങ്ങളിലായിരിക്കും നമ്മൾ അങ്ങനെ പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സും എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറാതെ നിൽക്കുന്നത് ഗായത്രി? അശ്വതി ചാനലിൽ ഇരുന്നിട്ട് അശ്വതി തന്നെ എത്രയോ സ്ത്രീധന
പീഡന മരണങ്ങളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമൊന്നും ഒരു ചർച്ചയിലും, ഇപ്പം വിസ്മയ മുതൽ അതുല്യ വരെ ഒരുപാട് പേരുകളുണ്ട്, ഇതിലൊന്നും ഇരിക്കുന്ന ഒരു പാനലിസ്റ്റുകളും ഒരാളും വന്നിട്ട് പറയില്ല, നോക്കൂ ഈ സ്ത്രീകളൊക്കെ പുരുഷന്മാരെ കല്യാണം കഴിക്കുന്നുണ്ടല്ലേ, സ്ത്രീകൾക്ക് എന്തുകൊണ്ട് സ്ത്രീകളെ കല്യാണം കഴിക്കുന്നത്, ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക്, അത് സെക്ഷൽ മൈനോറിറ്റി മാത്രമല്ല റിലീജിയസ് മൈനോറിറ്റി, അങ്ങനെ പല മൈനോറിറ്റി സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് സൈക്കോളജിയിൽ. ഇപ്പം അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ, അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ, ഇന്ത്യയിലെ IACP ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ അസോസിയേഷൻ, അവരെല്ലാവരും ഇതിനെക്കുറിച്ചിട്ട് വളരെ പഠനങ്ങൾ നടത്തുകയും പരിപാടികൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മൈനോറിറ്റി സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൈനോറിറ്റി ആയതുകൊണ്ട് മാത്രം പറയേണ്ടി വരുന്നുണ്ട്. ഇപ്പൊ വിസ്മയുടെയോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നത്തിന് ശേഷം വന്നിട്ട് ഒരാൾക്ക് വന്നിട്ട് അയ്യോ അങ്ങനെയല്ല കേട്ടോ എന്ന് പറയേണ്ട ഒരു അത് വന്നിട്ടില്ല. ഇവിടെ എപ്പോഴും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു ബാധ്യത, അവിടെയാണ് ഈ മൈനോറിറ്റി സ്ട്രെസ് വരുന്നത്. ഇപ്പം ഈ സംസാരത്തിൽ തന്നെ ലക്ഷ്മി ഞാൻ ലക്ഷ്മിയിലോട്ട് തിരിച്ചുതരാം. 3 കാര്യങ്ങളാണ് ലക്ഷ്മി പറഞ്ഞത്. 1, സമൂഹം അംഗീകരിക്കില്ല. 2, വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല. 3, ഇവർക്ക് ജോലി പോലും ഇല്ല. ഓക്കെ, അപ്പം ഇവര് ഒന്നിനും കൊള്ളാത്തവരാണ്. ഈ 3 സെന്റൻസുകൾ ഇതിൽ ഓരോന്നായി പരിശോധിക്കാം. സമൂഹത്തിന് പ്രശ്നമുണ്ട്. സമൂഹത്തിന് എന്തുകൊണ്ട് പ്രശ്നമുണ്ട്? ഇതിൽ എന്താണ് സമൂഹത്തിന്റെ കാര്യം? ഇപ്പൊ തന്നെ ഈ ഒരു സമൂഹത്തിന്റെ ഒരു ഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന രീതിയിൽ രവിശങ്കർ പറഞ്ഞു പാരന്റ്സിന് ടെൻഷൻ ഉണ്ട്. അത് കാരണം മനുഷ്യർക്ക് ടെൻഷൻ ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ഈ ഒരാളുടെ ലൈംഗികത അവരുടെ വിഷയമാണ്, ഒരാളുടെ ജെൻഡർ അവരുടെ വിഷയമാണ്. പക്ഷെ അങ്ങനെയല്ല ആളുകൾ സംസാരിക്കുന്നത്. ഇപ്പം ഒരു വസ്ത്രം ധരിക്കുന്ന രീതി ഉൾപ്പെടെയുള്ളതിൽ വളരെ മറ്റുള്ളവരുടെ കാര്യം ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്ന, അതിൽ കയറി ഇടപെടുന്ന, അതിനെ അപമാനിക്കുന്ന പ്രിജുഡിസ്, ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞ് വേർതിരിവ് കാണിക്കുന്ന, മുൻവിധിയോടെ സമീപിക്കുന്ന, അതുകൊണ്ട് മാറ്റി നിർത്തപ്പെടുന്ന. ഇപ്പം ഈ മാറ്റി നിർത്തലാണ് ലക്ഷ്മി പറഞ്ഞതും. അപ്പം നിങ്ങളുടെ പാരന്റ്സ് സമ്മതിക്കില്ലല്ലോ, അല്ലെങ്കിൽ പാരന്റ്സ് എന്താ പറയാ, നാട്ടുകാർ സമ്മതിക്കില്ല. നാട്ടുകാർ എന്ത് പറയും? പാരന്റ്സിന്റെ പ്രശ്നം നോക്കൂ. അപ്പം ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ സംസാരിച്ച സെയിം കാര്യമാണ് അവിടെ ലക്ഷ്മി പറയുന്നത്, സമൂഹം അംഗീകരിക്കില്ല. എന്തുകൊണ്ട് സമൂഹം അംഗീകരിക്കില്ല? സമൂഹത്തിനാണ് പ്രശ്നം. കാരണം ഇത് ഇഷ്യൂ സമൂഹത്തിനാണ്. കാരണം അവർ ഭയപ്പെടുന്ന എന്തോ കാര്യമുണ്ട്. അയ്യോ, ഇപ്പം നേരത്തെ അശ്വതി അത് വളരെ മനോഹരമായിട്ട് പറഞ്ഞു. ആദിലയും നൂറയും ഇതിപ്പം അവരുടെ ഒരു സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് ഓരോ മനുഷ്യർക്കും ലൈംഗിക ആകർഷണം തോന്നും. അപ്പം അത് ഇപ്പം രവിശങ്കറിനോ ഗായത്രിക്കോ ഉനൈസിനോ അശ്വതിക്കോ നമുക്കൊക്കെ തോന്നുന്നത് ഒരേപോലെയാണ്. അപ്പം ആ സമയത്ത് വളരെ സ്വാഭാവികമായി തോന്നുന്ന പ്രണയവും ആസക്തിയും ഒക്കെയാണ് എല്ലാവർക്കും സംഭവിക്കുന്നത്. ഇവിടെ ഇതിന് നമ്മളിത് കണ്ടു പരിചയമില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്കത് അത്ര കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ട് ആളുകൾക്ക് പ്രശ്നമാണ്. അപ്പം അവരുടെ പ്രശ്നം മാത്രമാണെന്ന് വളരെ വ്യക്തമായി പറയുകയാണ് ബിഗ് ബോസ് പ്രവർത്തകരും മോഹൻലാലും ചെയ്തത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ കാര്യം. ഇനി രണ്ടാമത് വരാം, പാരന്റ്സിന് പ്രശ്നമുണ്ട്. അപ്പം ഈ പാരന്റ്സിന്റെ പ്രശ്നത്തിന് നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം മറ്റേ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഈ സെക്ഷൽ മൈനോറിറ്റി ആയിട്ടുള്ളവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷന്റെയും ഒക്കെ വെബ്സൈറ്റിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്, ഡൗൺലോഡ് ചെയ്യാം. അതുപോലെയുള്ള പല ഇതിലും കേട്ടോ. ഇപ്പം IACPയുടെ പൊസിഷൻ സ്റ്റേറ്റ്മെന്റും ഒക്കെ ഉണ്ട്. കാരണം ഇതൊക്കെയാണ് ശാസ്ത്രീയമായ കാര്യങ്ങളും, ഇതൊന്നും മാനസിക രോഗമല്ല, ഇതിനൊക്കെ കൃത്യമായ ചികിത്സയുണ്ട് എന്നും ഈ ചികിത്സ നമ്മൾ കൊടുക്കുന്നത് ആർക്കാണ് എന്നുള്ളത് കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. അശ്വതി ആദ്യം എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ്. നമ്മൾ വരുമ്പം ഈ ലോകത്തെല്ലായിടത്തും കോടതി ആയാലും നിയമപരമായാലും മനഃശാസ്ത്രപരമായ ചികിത്സയാണെങ്കിലും കൊടുക്കുന്നത് മാതാപിതാക്കൾക്കാണ്. എന്തിനാണ് ചികിത്സ കൊടുക്കുന്നത്? സിസ് നോർമേറ്റിവിറ്റി എന്ന് പറയും, ഹെട്രോ നോർമേറ്റിവിറ്റി എന്ന് പറയും. ഹെട്രോ നോർമേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്, അതായത് ഇപ്പം വിസ്മയ കൊല്ലപ്പെട്ടാലും നമ്മൾ നേരെ തിരിച്ചു ചോദിക്കാത്തത് ഇവിടെ അല്ല, പെണ്ണുങ്ങൾ ആണുങ്ങളെ കല്യാണം, ആ ഒരു ജെൻഡർ ബൈനറിയിൽ നിൽക്കുന്ന ഒരു പരിമിത കാഴ്ച പ്രശ്നത്തിനെയാണ് ഹെട്രോനോർമേറ്റിവിറ്റി എന്ന് പറയുന്നത്. അതുപോലെയാണ് സിസ് നോർമേറ്റിവിറ്റി. അതുകൊണ്ടാണ് ട്രാൻസ്ജെൻഡർ മനുഷ്യരോട് ആളുകൾക്ക് പ്രശ്നമുള്ളത്. അപ്പം നമ്മൾ പൊതുവെ കൗൺസിലിംഗിൽ തെറപ്പി കൊടുക്കുന്നത് പാരന്റ്സിനാണ്. അത് സിസ് നോർമേറ്റിവിറ്റിക്കും ഹെട്രോനോർമേറ്റിവിറ്റിയും ഒക്കെ കുറിച്ച് പറഞ്ഞ് അവരുടെ ആശങ്ക നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എപ്പോഴും പ്രശ്നമായിട്ട് വരുന്നത് സമൂഹത്തിലെ പ്രശ്നമാണ്. എത്രയോ ക്യൂർ മനുഷ്യരുടെ പാരന്റ്സ് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു, വളരെ ഓക്കെ ആയിട്ടിരിക്കുന്നു. പക്ഷെ അതൊന്നും അല്ലല്ലോ ഇങ്ങനെ കാണിക്കപ്പെടുന്നതും സംസാരിക്കപ്പെടുന്നതും. ഇപ്പൊ ഇവരുടെയൊക്കെ ക്ലാസ്സിലുള്ള എത്ര കുട്ടികൾക്ക്, ഇപ്പം ഉനൈസ് ഒരു അധ്യാപകനാണ്, രവിശങ്കർ ഒരു അധ്യാപകനാണ്. ഈ ക്ലാസ്സുകളിൽ സെക്ഷൽ മൈനോറിറ്റിയിലുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ അവരൊരു അഭിപ്രായം പറയുമ്പോൾ
അധ്യാപകൻ ചോദിക്കുകയാണ്, അപ്പൊ നിങ്ങളുടെ പാരന്റ്സ് അറിഞ്ഞാലോ? മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞ മെന്റാലിറ്റി ഉള്ള, അതായത് അവിടെ ഒരു അപ്പൊ പാരന്റ്സ് കണ്ടാൽ നിങ്ങൾ ഇത് ചെയ്യുമോ എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിൽ ഒരു മുൻവിധിയുണ്ട്. അപ്പം കുട്ടികൾ വ്യക്തമാണ് ഗായത്രി. ഞാൻ സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. എനിക്ക് രവിശങ്കർ സാറിലേക്ക് ഒരിക്കൽ കൂടി പോകേണ്ടതുണ്ട്. ശ്രീ രവിശങ്കർ സാർ, ഈ നമ്മൾ ഇത്തരത്തിൽ താങ്കൾ പറഞ്ഞത് ശരിയാണ്. നമുക്ക് എനിക്കും മകനുള്ളതാണ്. നമുക്ക് മാതാപിതാക്കൾക്ക് ഒരു വലിയ ആശങ്കയുണ്ടാകും. കാരണം നമ്മൾ ശീലിച്ചതല്ലാതെ, നമുക്കത് ശീലമില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ നമ്മൾ മുന്നോട്ട് നടക്കേണ്ട സമയം അതിക്രമിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾ പറയാണ് എൻ്റെ സെക്ഷുവാലിറ്റി അതാണ്, ഞാൻ അങ്ങനെയാണമ്മ, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാതെ നമുക്ക് വേറെ നിവൃത്തിയില്ലല്ലോ. അല്ല, അതിൽ ഇപ്പം നമ്മൾ എന്താ പറയുക, കുട്ടികളെ കൊച്ചുകുട്ടികളാകുമ്പോൾ നമ്മൾ പറയല്ലോ, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പറഞ്ഞ് മനസ്സിലാവുന്നില്ലെങ്കിൽ അടി കൊടുത്ത് പഠിപ്പിക്കും. നമ്മുടെ സ്വന്തം മക്കളെയാണ് ഞാൻ പറഞ്ഞത്, മറ്റുള്ളവരെയല്ല. അപ്പോൾ അവരുടെ ഒരു പ്രായം കഴിഞ്ഞ് നമ്മൾ പറയല്ലോ, അടക്കയാകുമ്പോൾ നമ്മുടെ മടിയിൽ വെക്കാം, അടയ്ക്ക മരമായ മടിയിൽ വെക്കാൻ പറ്റില്ല, നമ്മൾ പറയാറുണ്ട്. അത് ഇപ്പോഴും ശരി തന്നെയാണ്. ഇനി ഞാൻ ഇതിനെ അനുകൂലിക്കുന്നില്ല, പ്രതികൂലിക്കുന്നില്ല, എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മക്കൾ വന്നിട്ട് ഇപ്പം 10ാം ക്ലാസ്സിലാണ്. അത് ഇപ്പോഴേ പിള്ളേരൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കുന്ന കുട്ടികൾ കുറഞ്ഞു വരികയാണ്. പിള്ളേരുടെ ഒക്കെ കേൾക്കുന്നതിനപ്പുറത്തേക്ക് ഇതൊരു അസുഖമല്ലെന്നേ, ഇത് മനസ്സിന്റെ ഒരു അസുഖമല്ലെന്നേ, ഇത് ഞാൻ അങ്ങനെയാണെന്നുള്ള എന്റെ സ്വത്വം തിരിച്ചറിയുന്നതാണെന്നേ. അവരങ്ങനെ പറയുമ്പോൾ സാറ് പറ്റില്ല എന്ന് പറഞ്ഞാൽ ശരി, പറ്റില്ലെങ്കിൽ വേണ്ട, ഞാൻ ഇവിടെ താങ്കളുടെ ഒപ്പം നിന്നോളാം, പക്ഷേ എന്നെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കരുത്, അതും അച്ഛന്റെ ശീലത്തിനൊത്ത് എനിക്ക് പറ്റില്ലെന്ന് അവർ പറയുന്നേ. അപ്പൊ നമ്മളത്, ഞാൻ താങ്കളോടാണ് പറയുന്നത്, നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് നടക്കേണ്ടി വരും. ഞാൻ ഇതൊക്കെ പറഞ്ഞു എന്റെ മക്കളുടെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ മുന്നോട്ട് നയിക്കേണ്ടി വരും. എന്റെ മക്കളെ ചിലപ്പോൾ ഇങ്ങനെ അവർ നിൽക്കുള്ളൂ പറഞ്ഞാൽ ചിലപ്പോൾ അവരുടെ സന്തോഷത്തിനൊപ്പം എനിക്ക് സഞ്ചരിച്ചേ പറ്റും. നമ്മൾ അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. നമ്മുടെ അച്ഛനും അമ്മയും ജീവിച്ചത് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ കാണാനായിരിക്കും. നമ്മൾ ഭാവിയിൽ എന്റെ മക്കൾ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അംഗീകരിച്ചു കൊടുത്തേ വരും. തീർച്ചയായിട്ടും ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഒരുപാട് പേർക്ക് ഈ പറഞ്ഞതുപോലെ നമ്മളൊരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാം, നമ്മുടെ മക്കളെ ഞാൻ അങ്ങനെ വിടില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുമായിരിക്കും. പക്ഷേ ആ കാലത്തിനപ്പുറം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു അസുഖമല്ല, ഇത് അവരുടെ സ്വത്വമാണ്. അത് അവർ തിരിച്ചറിയുമ്പോൾ അവരൊരു വ്യക്തിയാണ്, അവരെ അതിന് പറഞ്ഞോളൂ വേഗം, വളരെ ചെയ്യപ്പെടരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് നമ്മൾ പലവരെയും കാണാറില്ലേ, ഇവർ ഇങ്ങനെയൊക്കെ ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞു. പെൺകുട്ടി ഒരുമിച്ച് ജീവിക്കുന്നു. പെൺകുട്ടി പിന്നെ ആൺകുട്ടിയുടെ ഡ്രസ്സ് ഇട്ട് മുടിയൊക്കെ മുറിച്ച് ആൺകുട്ടികളുടെ രൂപത്തിൽ നടക്കുന്ന ഞാൻ ഒരുപാട് കാണാറുണ്ട്. അത് മറ്റൊരു ആശങ്കയാണ്, അത് വലിയ വിഷയമാണ്. അതാണ് പറഞ്ഞത്, അവരുടെ സ്വത്വം തിരിച്ചറിഞ്ഞ് അവർ പോകുന്നതാണ്. അതിന് നമ്മൾ അതാണ് തീർച്ചയായിട്ടും നമുക്ക് ഇത് അരമണിക്കൂറിൽ നിൽക്കുന്ന ചർച്ചയല്ല. അതെ, തീർച്ചയായിട്ടും വിനയ്സ് വളരെയധികം നന്ദി. തീർച്ചയായിട്ടും വളരെയധികം നന്ദി, അതിഥികൾക്ക് നന്ദി. നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. വിനയ്സ്, ഗായത്രി, ഒപ്പം ശ്രീ OK രവിശങ്കർ. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.